സഹോദരി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ടൗണിൽ വെച്ച് ഒരു സഹോദരിയെ കണ്ടപ്പോൾ എപ്പോൾ വന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു, വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് പറഞ്ഞു. നിൻ്റെയോ വിവാഹം എന്തെങ്കിലും കഴിഞ്ഞോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഇല്ല, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, നടക്കും എന്ന് പറഞ്ഞു. എന്ത് ശ്രമിച്ചിട്ട് എങ്ങനെ നടക്കാനാണ് എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ജോലിയുള്ള ചെറുക്കന്മാരല്ലേ വേണ്ടത്, പിന്നെ എങ്ങനെ നടക്കാനാ, ശ്രമിക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ കാലമായി എന്ന് പറഞ്ഞു. അതങ്ങനെയൊന്നും ഇല്ലടാ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഒരു കള്ളുകൂടി എന്നെ കല്യാണം കഴിച്ച് മതിയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറയുന്നത്, നിൻ്റെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നു എന്നല്ലേ പറഞ്ഞത്. ലൈഫൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, എവിടേക്കെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഭർത്താവ് കൂടെ വരില്ല. അതെന്താ വരില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ എന്നാൽ പോയി മേടിച്ചോന്ന് പറഞ്ഞിട്ട് പൈസ തരും, ഒന്നിനും കൂടെ വന്ന് മേടിച്ച് തരിക, ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിലും കൂടെ വന്ന് ഒന്ന് സെലക്ട് ചെയ്ത് മേടിച്ച് തരിക ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അവൾ പറഞ്ഞത്. പക്ഷേ അവൾക്കതൊരു വലിയ കാര്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും ഞാൻ അവൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതൊക്കെ എനിക്ക് അറിയാവുന്നത് തന്നെയാണ് എന്ന് അവൾ പറയുകയും ചെയ്തു. അവളുടെ ഭർത്താവ് മിലിറ്ററിക്കാരനാണ്. ചിലപ്പോൾ നൈറ്റ് ജോലി കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ഇവൾ പറയുന്നത് എനിക്കൊരു ഡ്രസ്സ് വേണം, മേടിക്കാൻ പോകുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നീ പോയി മേടിച്ചോ എന്ന് പറഞ്ഞ് ഭർത്താവ് പൈസ എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഇതേപോലെയുള്ള സമയമാണെങ്കിൽ ഭർത്താവ് പൈസ എടുത്ത് കൊടുക്കുന്നതായിരിക്കാം അവൾ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലാത്ത സമയത്തൊക്കെ അവർ പാർക്കിലോ ബീച്ചിലോ ഒക്കെ കറങ്ങാൻ പോകുന്നതായിട്ടൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഭർത്താവ് തന്നെയാണ്, നല്ല രീതിയിൽ അവളെ സ്നേഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവൾ പറയുകയും ചെയ്തു ഞാനങ്ങനെ ഭർത്താവിനെ ഇട്ടിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൊരു ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അതെനിക്കും മനസ്സിലാകുന്നുണ്ട്, ആളുടെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ക്ഷീണം കൊണ്ടാണ് വരാത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിഷമമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അവളും പറഞ്ഞു. പക്ഷേ എന്നാലും അവൾ ആ പറഞ്ഞ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു കള്ളുകൂടിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നവൾ വെറുതെ പറഞ്ഞതാണെങ്കിൽ പോലും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പലർക്കും തോന്നും. പക്ഷേ അതൊന്നും ഒരു പച്ചയല്ല. അവനവൻ്റെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം ഉണ്ടാകില്ല, ദുഃഖങ്ങളും ഉണ്ടാകും. അതും തരണം ചെയ്തു പോകുന്നതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിപ്പോൾ എത്ര വലിയ ഗവൺമെൻറ് ജോലിക്കാരെ കല്യാണം കഴിച്ചാലും ഒരു സാധാരണക്കാരെ കല്യാണം കഴിച്ചാലും സുഖങ്ങളും ഉണ്ടാകും, അതിനോടൊപ്പം ദുഃഖങ്ങളും ഉണ്ടാകും. ദുഃഖങ്ങളെ മാത്രം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതെല്ലാം തെറ്റായ ഒരു പ്രവൃത്തിയായിട്ട് തോന്നാതെ അതിൽ നിങ്ങൾക്ക് നല്ലതായി ചെയ്തു തന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കൂ. 10 തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ശരികൾ ചെയ്തിട്ടുണ്ടാകും. അതിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് സന്തോഷിക്കൂ. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കൂ. തെറ്റുകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. തെറ്റുകളും ശരികളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരുടെ ജീവിതത്തിലും 100ൽ 100% മാർക്കോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.